ഹലോ മക്കളെ, വെൽക്കം ടു ഫ്രാങ്ക് ലെക്ചേഴ്സ്. നമ്മളിന്ന് പഠിക്കുന്ന S1 ബേസിക് മെക്കാനിക്കൽ ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗിന്റെ മോഡ്യൂൾ 1 ക്രാഷ് കോഴ്സ് ആണ്. നമുക്ക് അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സ്പ്ലെയിൻ വിത്ത് നീഡ് സ്കെച്ച് ഷോ ഇമ്പോർട്ടന്റ് പാർട്സ് ഓഫ് ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ. ഇന്റേണൽ കമ്പഷൻ എഞ്ചിനാണ് നമ്മൾ എന്ത് പറയുന്നത് IC എഞ്ചിൻ. ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ എന്ന് പറയുന്നത് എന്താ? ദാറ്റ് ഈസ് IC എഞ്ചിൻ. IC എഞ്ചിനാണ് നമ്മൾ എന്താ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇന്റേണൽ കമ്പഷൻ എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ എന്താ അവിടെ ഒരു സിലിണ്ടർ ഉണ്ട് അല്ലെ. നമ്മൾ റഫായിട്ട് ഒരു ഫിഗർ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇത് സ്പാർക്ക് പ്ലഗ് ആണ്. സ്പാർക്ക് പ്ലഗ് വരയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഇൻലെറ്റ് വാൽവ് വരയ്ക്കാൻ പറ്റും, ഇൻലെറ്റ് മാനിഫോൾഡ് വരയ്ക്കാൻ പറ്റും, എക്സോസ്റ്റ് വാൽവ് വരയ്ക്കാൻ പറ്റും, അതുപോലെ എക്സോസ്റ്റ് മാനിഫോൾഡ് വരയ്ക്കാൻ പറ്റും. ഓക്കെ, മാനിഫോൾഡ് വരയ്ക്കാൻ പറ്റും. സിലിണ്ടർ വരച്ചു. ഇതാണ് നമ്മൾ എന്താ സിലിണ്ടർ എന്ന് പറയുന്നത്. എന്താ പറയാം, സിലിണ്ടർ എന്ന് പറയാം. ഇവിടെ എനിക്ക് എന്താ പിസ്റ്റൺ വരയ്ക്കാൻ പറ്റും, പിസ്റ്റൺ വരയ്ക്കാൻ പറ്റും. മക്കളെ, ഈ പിസ്റ്റൺ ഇവിടെ ഒരു കണക്റ്റിംഗ് റോഡ് വരയ്ക്കാൻ പറ്റും. ഇങ്ങനെ കണക്റ്റിംഗ് റോഡ് വരയ്ക്കാൻ പറ്റും. അവിടെ നിന്ന് ക്രാങ്ക് വരയ്ക്കാൻ പറ്റും, ക്രാങ്ക് വരയ്ക്കാൻ പറ്റും. ഇവിടെ ഈ ഒരു പിന്നിനെ നമ്മൾ ഗഡ്ജിയോൻ പിൻ എന്ന് പറയും. ഇവിടെ ക്രാങ്കുമായിട്ട് കണക്ട് ചെയ്യുന്ന പിന്നിനെ ക്രാങ്ക് പിൻ എന്ന് പറയും. ഈ പിസ്റ്റനെയും ക്രാങ്ക് ഷാഫ്റ്റിനെയും കൂടെ കണക്ട് ചെയ്യുന്ന റോഡിന് നമ്മൾ ഇതിനെന്ത് പറയും? കണക്റ്റിംഗ് റോഡ് എന്ന് പറയും. കണക്റ്റിംഗ് റോഡ് എന്ന് പറയും. ഇത് പിസ്റ്റൺ ആണ്, ഇത് ക്രാങ്ക് പിൻ ആണ്, ക്രാങ്ക് ആണ്. ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ ഇത് ഞാനൊന്ന് റഫായിട്ട് വരച്ചാണ്. ഇതേപോലെ നമുക്ക് നീറ്റ് ഫിഗർ വേണം വരയ്ക്കാൻ. നമ്മൾ ഈ പറയുന്ന BMEയും മക്കളെ, BME ഏതൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്തും ഫിഗർ വരയ്ക്കുക. ഫിഗർ വരച്ച് നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഇതൊന്ന് മായ്ക്കുന്നു. നമുക്ക് ഒരു നീറ്റ് ആയിട്ടുള്ള ഫിഗർ ഇതിൻ്റെ അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നോക്കാം. നമ്മളെ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് എല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഒരു നീറ്റ് ഫിഗർ പറ്റുന്ന രീതിയിൽ എന്താ ഒരു നീറ്റ് ഫിഗർ വരയ്ക്കുക. അപ്പൊ നമ്മൾ നോക്കാം. ഇതിൻ്റെ അത് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് കാണിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് നമ്മളെ ഈ കാണുന്നതാണ് നമ്മളെ സിലിണ്ടർ എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് എന്താ നമ്മള് സിലിണ്ടർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെന്താ സിലിണ്ടർ എന്ന് പറയുന്നത്. സിലിണ്ടറിന്റെ അത് റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന ആളെയാണ് പറയുന്നത് പിസ്റ്റൺ എന്ന് പറയുന്നത്. പിസ്റ്റണ് റെസിപ്രോക്കേറ്റ് ചെയ്യാനുള്ള സ്പേസിനെയാണ് നമ്മളെന്താ സിലിണ്ടർ എന്ന് പറയുന്നത്. പിസ്റ്റണ് റെസിപ്രോക്കേറ്റ് ചെയ്യാനുള്ള സ്പേസിനെയാണ് പറയുന്നത് സിലിണ്ടർ എന്ന് പറയുന്നത്. ഇനി പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ സിലിണ്ടറിന്റെ അത് റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന ആളാണ് പിസ്റ്റൺ എന്ന് പറയുന്നത്. ഓർത്തുവയ്ക്കുക. ഈ പിസ്റ്റന്റെ ടോപ്പിലായിട്ട് അല്ലെങ്കിൽ സിലിണ്ടറിന്റെ ടോപ്പിനകത്ത് സിലിണ്ടർ ഹെഡ് ഉണ്ട്. ആ സിലിണ്ടർ ഹെഡിലാണ് വാൽവ്സ് ഉള്ളത്. ആ സിലിണ്ടർ ഹെഡിൽ ഇൻലെറ്റ് വാൽവ് ഉണ്ട്, എക്സോസ്റ്റ് വാൽവ് ഉണ്ട്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് പെട്രോൾ എഞ്ചിൻ ആണ്, സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ ആണെങ്കിൽ ഇവിടെ എന്ത് കാണും? ഒരു സ്പാർക്ക് പ്ലഗ് ആണ്. ഇവിടെ എന്ത് കാണും? സ്പാർക്ക് പ്ലഗ് ആണ്. ഇനി CA എഞ്ചിൻ, കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ ആണ്, ഡീസൽ എഞ്ചിനിൽ വർക്ക് ചെയ്യുന്ന എഞ്ചിൻ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഫ്യൂവൽ ഇഞ്ചക്ടർ ആയിരിക്കും ഉണ്ടാവുന്നത്. എന്തായിരിക്കും? ഫ്യൂവൽ ഇഞ്ചക്ടർ ആയിരിക്കും. അപ്പോൾ ഓർത്ത് വയ്ക്കുക മക്കളെ, നമ്മളെ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ SA എഞ്ചിനിലാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? സെൻട്രലി ഉള്ളത് എന്തായിരിക്കും? സ്പാർക്ക് പ്ലഗ് ആയിരിക്കും. ഇനി ഒരു കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ CA എഞ്ചിൻ ആണെങ്കിൽ സെൻട്രലി ഉള്ളത് എന്തായിരിക്കും? ഒരു ഫ്യൂവൽ ഇഞ്ചക്ടർ ആയിരിക്കും ഉള്ളത്. ഓക്കെ ആണ്. അതുപോലെ തന്നെ ഇൻലെറ്റ് വാൽവ് ഒരു സൈഡിലുണ്ട്, അതുപോലെ തന്നെ എക്സോസ്റ്റ് വാൽവും ഒരു സൈഡിലുണ്ട്. ഇനി എയർ ഫ്യൂവൽ മിക്സർ സിലിണ്ടറിന്റെ അകത്തോട് വരുന്ന ആ ഒരു പാസേജ് ഉണ്ട്, അതിനെയാണ് ഇൻലെറ്റ് മാനിഫോൾഡ് എന്ന് പറയുന്നത്. നമുക്ക് ശ്രദ്ധിക്കാം, എയർ ഫ്യൂവൽ മിക്സർ സിലിണ്ടറിന്റെ അകത്തോട്ട് വരുന്ന ആ പാസേജിനെ നമ്മൾ എന്ത് പറയും? ദാറ്റ് ഈസ് ഇൻലെറ്റ് മാനിഫോൾഡ് എന്ന് പറയും. അതുപോലെ തന്നെ എയർ ഫ്യൂവൽ മിക്സർ കമ്പഷൻ, ഇതിനകത്ത് കമ്പഷൻ ആണ് നടക്കുന്നത് അല്ലെ, കത്തുന്നു അല്ലെ. എയർ ഫ്യൂവൽ എന്നത് കത്തുന്നു, കത്തിക്കരിഞ്ഞ കമ്പഷൻ ഓഫ് പ്രൊഡക്ട്സ് സിലിണ്ടറിൽ നിന്ന് വെളിയിലോട്ട് സൈലൻസർ വഴി എന്ത് ചെയ്യുന്നു? വെളിയിലോട്ട് അറ്റ്മോസ്ഫിയറിലോട്ട് പോകുന്ന ആ പാസേജിന് നമ്മൾ എന്ത് പറയും? എക്സോസ്റ്റ് മാനിഫോൾഡ് എന്ന് പറയും. ഒരു എക്സോസ്റ്റ് മാനിഫോൾഡ് എന്ന് പറയും. എക്സോസ്റ്റ് മാനിഫോൾഡ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? ദാറ്റ് ഈസ് നമ്മൾ പ്രൊഡക്ട്സ് ഓഫ് കമ്പഷൻ എന്ത് ചെയ്യുന്നത്? അറ്റ്മോസ്ഫിയറിലോട്ട് പോകുന്നത്. എന്ത് പറയുന്ന? അറ്റ്മോസ്ഫിയറിലോട്ട് പോകുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ആണോ? അപ്പൊ ഇത് SA എഞ്ചിൻ ആയതുകൊണ്ടാണ് ഇൻലെറ്റിൽ എന്താ എയർ പ്ലസ് ഫ്യൂവൽ മിക്സർ വരുന്നത്. എയർ പ്ലസ് ഫ്യൂവൽ മിക്സർ വരുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ പിസ്റ്റണും, ഇത് പിസ്റ്റണാണ്. പിസ്റ്റണും കണക്റ്റിംഗ് റോഡും കൂടെ കണക്ട് ചെയ്യുന്ന പിന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗഡ്ജിയോൺ പിൻ എന്ന് പറയുന്നത്. പിസ്റ്റണും കണക്റ്റിംഗ് റോഡും കൂടെ കണക്ട് ചെയ്യുന്ന പിന്നിന് നമ്മൾ എന്ന് പറയും? ഗഡ്ജിയോൺ പിൻ എന്ന് പറയും, അല്ലെങ്കിൽ പിസ്റ്റൺ പിൻ എന്ന് പറയും, അല്ലെങ്കിൽ റെസ്റ്റ് പിൻ എന്ന് പറയും. അത് ഓർത്തു വയ്ക്കുക. ഇനി അതുപോലെ തന്നെ കണക്റ്റിംഗ് റോഡ് ക്രാങ്ക് ഷാഫ്റ്റ്, ഈ കാണുന്നതാണ് നമ്മളെ ക്രാങ്ക് ഷാഫ്റ്റ്. ഇതാണ് ക്രാങ്ക്. ശ്രദ്ധിക്കുക, ഇത് ക്രാങ്ക് ഷാഫ്റ്റ്, ക്രാങ്ക്. ഈ ക്രാങ്കും കണക്റ്റിംഗ് റോഡും കൂടെ കണക്ട് ചെയ്യുന്ന പിന്നിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മളെ ക്രാങ്ക് പിൻ എന്ന് പറയുന്നത്. ക്രാങ്ക് പിൻ യൂസ് ചെയ്താണ് കണക്റ്റിംഗ് റോഡും അതുപോലെ തന്നെ ക്രാങ്ക് ഷാഫ്റ്റും തമ്മിൽ എന്ത് ചെയ്യുന്നത്? ബന്ധിപ്പിക്കുന്ന ക്രാങ്ക് പിൻ യൂസ് ചെയ്താണ്.
ഇനി പിസ്റ്റന്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ റോട്ടറി മോഷനായിട്ട് കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കണക്ടിംഗ് റോഡ് യൂസ് ചെയ്യുന്നത്. കണക്ടിംഗ് റോഡിന്റെ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞ ഐ ഷേപ്പ് ആണ്. അത് ഓർത്ത് വയ്ക്കുക. പിസ്റ്റന്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ റോട്ടറി മോഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആരാണ്, ദാറ്റ് ഈസ് കണക്ടിംഗ് റോഡും ക്രാങ്ക് ഷാഫ്റ്റും യൂസ് ചെയ്തിട്ടാണ്. ഈ ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഔട്ടിൽ നിന്നാണ് നമ്മൾ പവർ ഗിയർ ബോക്സ് വഴി വീൽസിലോട്ട് എടുക്കുന്നത്. അപ്പൊ ഇത് ഗിയർ ബോക്സ് ആണ്. ഇനി ഇത് മൊത്തവും കൂടെ എന്ത് ചെയ്യുന്നത്, ഒരു സിലിണ്ടർ ബ്ലോക്കിന്റെ അകത്താണ് ഇരിക്കുന്നത്. ഇത് മൊത്തം ഒരു സിലിണ്ടർ ബ്ലോക്കിന്റെ അകത്താണ് ഇരിക്കുന്നത്. അതാണ് ഈ സിലിണ്ടർ ബ്ലോക്ക് കാണിച്ചത്. ഈ സിലിണ്ടർ ബ്ലോക്കിന്റെ താഴെ ഒരു കേസ് ഉണ്ട്, അതിനാണ് ക്രാങ്ക് കേസ് എന്ന് പറയുന്നത്. ഇതിന്റെ താഴെ ഒരു കേസ് ഉണ്ട്, അതിനെ ക്രാങ്ക് കേസ് എന്ന് പറയും. ഈ ക്രാങ്ക് കേസിലാണ് ഓയിൽ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന ബൈക്കിലൊക്കെ നോക്കുകയാണെങ്കിൽ ബൈക്കിൽ എഞ്ചിൻ ഓയിൽ ഒഴിച്ചു കൊടുക്കും. ആ എഞ്ചിൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രാങ്ക് കേസ് എന്ന് പറയുന്നത്. ക്രാങ്ക് കേസ്, അതിനെ ഓയിൽ സംഭവമായിട്ട് പറയും. ക്രാങ്ക് കേസിന് നമുക്ക് എന്താ പറയുക, ഓയിൽ സ്റ്റോർ ചെയ്യും. ഈ ഓയിലിനെ നമുക്ക് സ്പ്ലാഷ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ലൂബ്രിക്കേഷൻ നടത്താൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക്കലി ഒരു ഐ സി എഞ്ചിന്റെ കമ്പോണൻസ്. അപ്പൊ ഈ ഒരു ഫിഗർ വരച്ചാൽ തന്നെ നിങ്ങൾക്ക് എല്ലാ കമ്പോണൻസും മാർക്ക് ചെയ്ത് എല്ലാ കമ്പോണൻസിനെ പറ്റി എന്താ എഴുതാൻ പറ്റും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അല്ല അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കുക, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ MPFI. നല്ലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് MPFI എന്ന് വെച്ചാൽ മൾട്ടി പോയിന്റ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൾട്ടി പോയിന്റ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം വിത്ത് ബ്ലോക്ക് ഡയഗ്രാം. അപ്പൊ ഇവിടെ ഒരു ബ്ലോക്ക് ഡയഗ്രാം വെച്ച് എന്ത് ചെയ്യുന്നു, MPFI വരയ്ക്കാനാണ് നമ്മളത് എന്താ പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജും കാര്യങ്ങളും എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ MPFI എന്ന് പറയുമ്പോൾ മൾട്ടി പോയിന്റ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ. അപ്പൊ ഈ മൾട്ടി പോയിന്റ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാം ECU കൺട്രോൾഡ് ആണ്, ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. അപ്പൊ ECUവിന്റെ അകത്ത് ഒരുപാട് സെൻസേഴ്സ് ഇൻപുട്ട് കൊടുക്കും. ആ ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ സിലിണ്ടറിൽ എന്ത് ചെയ്യും, ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യും. മക്കളെ ശ്രദ്ധിക്കുക. അപ്പോ ഈ കാണുന്നതാണ് നമ്മളെ ഫ്യൂവൽ റെയിൽ എന്ന് പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കുക, ഈ കാണുന്നതാണ് ഫ്യൂവൽ റെയിൽ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ ഫ്യൂവൽ റെയില്. ഈ ഫ്യൂവൽ റെയിലില് ഫ്യൂവൽ ഉണ്ട്. ഈ ഫ്യൂവൽ റെയിലില് ഒരു പോയിന്റ് എവിടെ, ECU ആയിട്ട് കണക്ട് ചെയ്തിരിക്കും. ECU. അതുപോലെ തന്നെ ECUവില് ആക്സിലറേഷൻ സെൻസർ, അതുപോലെ തന്നെ ത്രോട്ടിൽ പൊസിഷൻ സെൻസർ, അതുപോലെ ഓക്സിജൻ സെൻസർ, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് സെൻസേഴ്സ് എന്ത് ചെയ്യും, ECUവിൽ കണക്ട് ചെയ്തിരിക്കും. ഓക്കെ ആണോ? നമുക്ക് ഇപ്പൊ ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ, ക്യാം ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ. അപ്പൊ ആ സെൻസേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് അത് ഈ പറയുന്ന പോലെ ഇൻപുട്ട് കൊടുക്കും. അതുപോലെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ECU എന്ന സിഗ്നൽ പറഞ്ഞ അനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഇഞ്ചക്ടർ എന്ത് ചെയ്യുന്ന ഫ്യൂവൽ എന്ത് ചെയ്യുന്ന ഇഞ്ചക്ട് ചെയ്യുന്ന ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യുന്ന. അത് ഓർത്തു വയ്ക്കുക. ഈ പറയുന്ന എയർ ഫ്ലോ, എയർ നേരെ എന്ത് ചെയ്യുന്നു, ഇതാണ് നമ്മളെ സിലിണ്ടർ ഹെഡ്. എയർ ഈ പറയുന്ന വാൽവ് വഴി ത്രോട്ടൽ ബോഡി കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, സിലിണ്ടറിന്റെ അകത്തോട് വരുന്നുണ്ട്. പക്ഷെ ഈ ഫ്യൂവൽ ഇഞ്ചക്ടർ അല്ലെങ്കിൽ ഫ്യൂവൽ റെയിലിനെ കൺട്രോൾ ചെയ്യുന്നത്, ഫ്യൂവൽ റെയിലിന്റെ എൻഡിലാണ് ഫ്യൂവൽ ഇഞ്ചക്ടർ ഉള്ളത്. ഇവിടെ കണ്ടോ, ഒന്നാമത്തെ ഫ്യൂവൽ ഇഞ്ചക്ടർ, രണ്ടാമത്തെ ഫ്യൂവൽ ഇഞ്ചക്ടർ, മൂന്നാമത്തെ ഫ്യൂവൽ ഇഞ്ചക്ടർ, നാലാമത്തെ. ഈ ഫ്യൂവൽ ഇഞ്ചക്ടറിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന, ഫ്യൂവൽ ഇഞ്ചക്ടറിലേക്ക് ഫ്യൂവൽ വരുന്ന ഫ്യൂവൽ റെയിലാണ്. പക്ഷേ ഈ ഫ്യൂവൽ റെയിലിനെ കൺട്രോൾ ചെയ്യുന്നത് എന്തായിരിക്കും, ECU ആയിരിക്കും. ECU സിഗ്നൽ കൊടുക്കുന്ന അനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യുന്നത്. അതാണ് നമ്മൾ എന്താ, ദാറ്റ് ഈസ് മൾട്ടി പോയിന്റ് ഫ്യൂവൽ സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എസ്സേ ആണ് ദാറ്റ് ഈസ് മൾട്ടി പോയിന്റ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നമ്മളെ MPFIയുടെ അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ അവിടെ ബെറ്റർ ഫ്യൂവൽ അറ്റോമൈസേഷൻ. നമ്മൾ കാർബറേറ്ററിനെ പറ്റി പറയുന്ന സമയത്ത് കാർബറേറ്ററിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് MPFI വരുന്നത്. മൾട്ടി പോയിന്റ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ വരുന്ന കാർബറേറ്ററിനെ റീപ്ലേസ്. കാരണം എന്ന് വെച്ചാൽ ഈ കാർബറേറ്റർ വഴി ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ സിലിണ്ടേഴ്സിനും കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യത്തില്ല, എയർ ഫ്യൂവൽ മിക്സർ കിട്ടത്തില്ല. കറക്റ്റ് ആയിട്ട് ഈ അറ്റോമൈസ് ചെയ്ത് എയർ ഫ്യൂവൽ മിക്സർ കിട്ടത്തില്ല. അപ്പം ആ ഒരു ഡിസഡ്വാൻറ്റേജ് പരിഗണിക്കാൻ വേണ്ടി ഈക്വൽ റേഷ്യോയിൽ ആവശ്യത്തിനനുസരിച്ച് എയർ ഫ്യൂവൽ മിക്സർ കിട്ടാത്തതിന് അതൊരു ഡിസഡ്വാൻറ്റേജ് പരിഹരിച്ചുകൊണ്ടാണ് മൾട്ടി പോയിന്റ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ വരുന്നത്. അവിടെ അതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ബെറ്റർ ഫ്യൂവൽ അറ്റോമൈസേഷൻ ആയിരിക്കും. എല്ലാ ഫ്യൂവൽ ഇഞ്ചക്ടർ ആയിക്കൊണ്ട് ഇഞ്ചക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ പറയുന്ന ഫ്യൂവലിനെ അറ്റോമൈസ് ചെയ്തായിരിക്കും എന്ത് ചെയ്യുന്നത്, സ്പ്രേ ചെയ്യുന്നത്. ഇഞ്ചക്ടർ ഹൈ പ്രഷറിൽ സ്പ്രേ ചെയ്യുന്നത്. അപ്പൊ അവിടെ ഫ്യൂവൽ അറ്റോമൈസേഷൻ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് ബെറ്റർ ഫ്യൂവൽ അറ്റോമൈസേഷൻ ആയിരിക്കും. ഈ പറയുന്ന ഫ്യൂവൽ ഇഞ്ചക്ടറിലെ ഫ്യൂവൽ എന്ത് ചെയ്യുന്നു, ഫൈൻ പാർട്ടിക്കിൾ ആയിട്ട് എന്തായിരിക്കും എന്ത് ചെയ്യുന്നത്, സ്പ്രേ ചെയ്യുന്നത്. അതൊന്ന് ഓർത്തു വയ്ക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബെറ്റർ മിക്സിംഗ് ഓഫ് എയർ ഫ്യൂവൽ മിക്സർ ഉണ്ടാവും.
അതുപോലെ പവർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. പവർ ഔട്ട്പുട്ട് എന്ന് ഇംപ്രൂവ്ഡ് പവർ ഔട്ട്പുട്ട് ആയിരിക്കും. കാർബറേറ്ററിൽ നിന്ന് എയർ ഫ്യൂൽ മിക്സർ വരുന്നതിനെക്കാട്ടിയും ഔട്ട്പുട്ട് കൂടുതലായിരിക്കും ഈ പറയുന്ന ഫ്യൂൽ ഇഞ്ചക്ടർ യൂസ് ചെയ്യുന്ന സമയത്ത്. അതുപോലെ എഞ്ചിൻ എമിഷൻസ് വളരെ കുറവായിരിക്കും. കാരണം ഈ പറയുന്ന കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് എന്താ എയർ ഫ്യൂൽ മിക്സർ ഉണ്ടാവുന്നു. കമ്പഷൻ ഇൻകംപ്ലീറ്റ് ആവുന്ന സമയത്താണ് അൺബേൺഡ് ഹൈഡ്രോ കാർബൺസ് എക്സോസ് കൂടെ പോകുന്നത്. അപ്പൊ കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് എയർ ഫ്യൂൽ മിക്സർ നടക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ അറ്റോമൈസ് ചെയ്ത് ഫൈൻ പാർട്ടിക്കിൾസ് ആയിട്ട് ഈ ഫ്യൂവൽ എയർ മിക്സർ വരുന്നതാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്യൂവലിനെ അറ്റോമൈസ് ചെയ്ത് എയറിലോട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന എമിഷൻസ് വളരെ റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഫ്യൂവൽ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, റെഡ്യൂസ് ഇൻകംപ്ലീറ്റ് കമ്പഷൻ. ഇൻകംപ്ലീറ്റ് കമ്പഷൻ റെഡ്യൂസ് ചെയ്യും. അത് കാരണം എന്താ, ഹാർംഫുൾ എക്സോസ് ഗ്യാസ് അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് അൺബേൺഡ് ഹൈഡ്രോ കാർബൺസിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എമിഷൻസ് എന്ത് ചെയ്യും, കുറയും. അത് ഓർത്തു വയ്ക്കുക. അതേപോലെ ഹയർ ഫ്യൂവൽ എഫിഷ്യൻസി ആണ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് എന്താ ഫ്യൂവൽ ഉണ്ടാവുന്നു. അതുകൊണ്ട് ഈ പറയുന്ന കാരണം ഒരുപാട് ഫ്യൂവൽ സ്പ്രേ ആവശ്യമുള്ള സമയത്ത് കൂടുതൽ എക്സസ് ഫ്യൂവൽ സ്പ്രേ ചെയ്യും, ആവശ്യമില്ലാത്ത സമയത്ത് എന്താ ലൈറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുള്ളൂ, ഫ്യൂവൽ സ്പ്രേ ചെയ്തത്. അപ്പൊ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ECU എന്ത് റിക്വയർമെന്റ് ആണോ പറയുന്നത് അതനുസരിച്ചായിരിക്കും ഫ്യൂവൽ ഇഞ്ചക്ടർ ഫ്യൂവൽ സ്പ്രേ ചെയ്യുന്നത്. അതുപോലെ എഞ്ചിന്റെ ഓപ്പറേഷൻ സ്മൂത്ത് ആയിരിക്കും. നോക്കിംഗ് വളരെ എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. എഞ്ചിൻ്റെ അകത്ത് നോക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഈ പറയുന്ന പോലെ എന്താ ഇൻകംപ്ലീറ്റ് കമ്പഷൻ അല്ലെങ്കിൽ പ്രോപ്പർ കമ്പഷൻ അല്ലാത്തതുകൊണ്ട് രണ്ട് ഫ്ലെയിം ഫ്രണ്ട് തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സൗണ്ടിനെയാണ് എന്ന് പറയുന്നത് നോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എഞ്ചിൻസിൽ ആ നോക്കിംഗ് ഉണ്ടാവും. പക്ഷേ ഈ നോക്കിംഗ് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഈ പറയുന്ന MPFI പോലെ മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നോക്കിംഗ് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി അടുത്ത 26ാമത്തെ ക്വസ്റ്റ്യൻ, ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ വിത്ത് നീ സ്കെച്ച് സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റം. സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അപ്പോൾ സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ പുറത്തുനിന്ന് അറ്റ്മോസ്ഫിയറിക് എയർ വരുന്നു. അതേപോലെ കണ്ടീഷനിങ് എയറിൽ നിന്ന് റീസർക്കുലേറ്റഡ് എയർ വരുന്നു. ഈ അറ്റ്മോസ്ഫിയറിക് എയറും റീസർക്കുലേറ്റഡ് എയറും കൂടെ മിക്സ് ചെയ്ത് നേരെ എന്ത് ചെയ്യുന്നു, ഒരു ഫിൽറ്ററിലോട്ട് പാസ് ചെയ്യുന്നു. ഈ ഫിൽറ്ററിൻ്റെ അകത്ത് ഈ ഡസ്റ്റ് ഡേർട്ട് എല്ലാം റിമൂവ് ആവുന്നു. ഓക്കെ, ഇനി ഇതൊരു കൂളിംഗ് കോയിലിലോട്ട് പാസ് ചെയ്യുന്നു. കൂളിംഗ് കോയിലിലോട്ട് പാസ് ചെയ്യുന്ന സമയത്ത് അത് എന്ത് ചെയ്യും, ഡീഹ്യൂമിഡിഫിക്കേഷൻ നടക്കും. ഈ സമ്പിൽ എന്ത് ചെയ്യുന്നു, വാട്ടർ വന്നു, ഡീഹ്യൂമിഡിഫിക്കേഷൻ. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുന്നു, റിക്വയർഡ് ടെമ്പറേച്ചറിലോട്ട് എന്ത് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യുന്നു. ഡീഹ്യൂമിഡിഫിക്കേഷൻ നടന്ന് റിക്വയർഡ് ടെമ്പറേച്ചറിലോട്ട് ഹീറ്റ് ചെയ്ത് നമ്മളെ കണ്ടീഷൻ സ്പേസിലോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണ്, അത് ഓർക്കുക. അപ്പോൾ ഇവിടെ നടക്കുന്നത് കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്നുള്ള ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത് സമ്മർ സീസണിൽ. അപ്പം അതൊന്ന് ഓർത്ത് വയ്ക്കുക, കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ. അവിടെ നടക്കുന്ന സൈക്രോമെട്രിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ. ഈ ഒരു സൈക്രോമെട്രിക് പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ സൈക്രോമെട്രിക് ചാർട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ സൈക്രോമെട്രിക് ചാർട്ട്. ഇവിടെ സെൻസിബിൾ കൂളിംഗ് എന്ന് പറയുമ്പോൾ ഇതാണ്, ദറ്റ് ഈസ് ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് സെൻസിബിൾ കൂളിംഗ്, ഇതാണ് ഡീഹ്യൂമിഡിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ പ്രോസസ്സ് ഇതായിരിക്കും എന്ത് ചെയ്യുന്നത്, സെൻസിബിൾ കൂളിംഗ് ആൻഡ് 0 to 1. ഇതായിരിക്കും എന്താ, സെൻസിബിൾ കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 0 to 1 എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സാണ് എന്താ സൈക്രോമെട്രിക് ചാർട്ടിൻ്റെ അകത്ത് നടക്കുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൻ്റെ വർക്കിംഗ് എഴുതിയിട്ടുണ്ട്. ദറ്റ് ഈസ് ആദ്യം എന്ത് ചെയ്യുന്നു, ഫ്രഷ് എയറും റീസർക്കുലേറ്റഡ് എയറും കൂടെ വരുന്നു. അതൊരു ഫിൽറ്ററിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു കൂളിംഗ് കോയിലിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ കൂളിംഗ് ആൻഡ് എന്താ ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുകയാണ്. ഓക്കെ, ഈ ഒരു പെർഫറേറ്റഡ് മെംബ്രെയിനിലോട്ട് പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ കണ്ടൻസേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ നടക്കുന്നുണ്ട്. അതാണ് അവരുടെ മെയിൻ പ്രോസസ്സ്. അത് കഴിഞ്ഞ് നമ്മൾ റിക്വയർഡ് ടെമ്പറേച്ചറിലോട്ട് ഹീറ്റിംഗ് കോയിലിൽ കൂടെ ഹീറ്റ് ചെയ്തിട്ട് അവിടെ ഒരു ഹീറ്റിംഗ് കോയിൽ വെച്ച് റിക്വയർഡ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ നടക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു 5 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ആവും. പക്ഷേ നമുക്ക് ആവശ്യം എന്തായിരിക്കും, 20 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 22 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അവിടെ ആ ഒരു ടെമ്പറേച്ചറിലോട്ട് നമ്മൾ കൊടുക്കുന്നത് ഒരു ഹീറ്റിംഗ് കോയിൽ യൂസ് ചെയ്തതാണ്. ഹീറ്റിംഗ് കോയിലിട്ട് ഹീറ്റ് ചെയ്താണ് റിക്വയർഡ് ടെമ്പറേച്ചറിലോട്ട് കണ്ടീഷൻഡ് സ്പേസിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഫസ്റ്റ് മോഡലിൽ കുറച്ച് വാസ്റ്റാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്താ യൂണിവേഴ്സിറ്റി ഒരു ക്വസ്റ്റ്യൻ ഈ പറയുന്ന essay ക്വസ്റ്റ്യൻസും തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താ കിട്ടും. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ ചാൻസ് ഉള്ളതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ താങ്ക് യു. എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക.